അങ്ങനെ നാരദ മഹർഷിയാണ് കുട്ടിക്കൊരു മന്ത്രോപദേശം നൽകുന്നത്. ഏതാ മന്ത്രം? ഓം നമോ ഭഗവതേ. അപ്പം എപ്പോഴും ഓർക്കുക, നമുക്ക് ഈശ്വരനെ പിടിക്കാനുള്ള വള്ളിയാണ്, ഈശ്വരനെ പിടിക്കാനുള്ള ഒരു പിടിവള്ളിയാണ് ഒരു മന്ത്രോപാസന. അപ്പം നമ്മളൊക്കെ ഒരു മന്ത്രം മരിക്കുന്നത് വരെ കൊണ്ടു നടക്കുന്നവരാണ്. ഏതെങ്കിലും ഒരു ഇതിനെ പറയാം മന്ത്രദീക്ഷ എന്ന് പറയും. എന്താണ് മന്ത്രദീക്ഷ? ഏതെങ്കിലും ഒരു മന്ത്രം, അത് ഇന്നതെന്നില്ല, ഏത് വേണമെങ്കിലും ചൊല്ലിക്കോളും. പക്ഷെ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും എന്നും അത് തന്നെ ചൊല്ലണം. അത് ശീലിച്ചെടുക്കുമ്പോൾ ആ മന്ത്രത്തിലൂടെ നമ്മൾ ജപിച്ച് ദൈവീകതയിലേക്ക് എത്തിച്ചേരും. അതിനാണ് പൂർവികര് ശിഷ്യന്മാർക്ക് എന്തുപദേശിച്ചത്? മന്ത്രത്തെ ഉപദേശിച്ചത്. നിങ്ങൾ നോക്കൂ, നാരദ മഹർഷിയുടെ മുന്നിൽ എത്തിച്ചേരുന്ന രത്നാകരനോട് രാമരാമ എന്നാണ് പറഞ്ഞത്, പക്ഷേ മരാമരാ എന്നാണ് ചൊല്ലിയത്. അല്ലേ? ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തുവോ? നിങ്ങൾക്ക് ഏത് കഥാപാത്രത്തെ രാമായണത്തിൽ എടുത്തു നോക്കിയാലും എല്ലാവരും പറയും, അത് പഹല്യാവട്ടെ ആരായാലും പറയും, രാമനാമത്തെ സദാകാലവും ജപിക്കണമെന്ന്. ഇല്ലേ? ഞങ്ങൾ എത്ര കുത്രാപി വസിച്ചീരിലും രാമനാമത്തെ സദാകാലം ജപിച്ചിടുവാൻ തളിരടികൾ ഇളക്കമില്ലാതൊരു ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണം എന്ന വരികൾ നിങ്ങൾക്ക് രാമായണത്തിലൊക്കെ ധാരാളം ഉപയോഗിച്ച് കാണാം. അപ്പം ഇങ്ങനെ ഒരു മന്ത്രദീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അച്ഛനോ അമ്മയോ മക്കൾക്ക് എന്തു കൊടുക്കണം? നാമം ചൊല്ലലല്ല, മന്ത്രദീക്ഷ കൊടുക്കണം. എന്താണ്? അതൊരു ദിവസം 108 തവണ ജപിച്ച് ഇവിടെ ആരും ഇരിക്കുന്ന ഒരു വണ്ടിയൊന്നും വഴിയിലിട്ട് ബുദ്ധിമുട്ടില്ല. കീപ്പൂന്ന് എന്തൊരു ശബ്ദമാണ് നോക്കൂ നിങ്ങൾ. ആരെങ്കിലും വഴിയിലിട്ടിട്ടുണ്ടോ ബുദ്ധിമുട്ടിക്കാൻ? ഒന്ന് ശ്രദ്ധിക്കൂ സംഘാടകരെ, ഈ വഴിയിൽ ബ്ലോക്ക് ചെയ്യാൻ സമ്മതിക്കരുത്. കാരണം ഒരു പ്രഭാഷണത്തെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? ഒരു വഴിയിലെന്തോ വണ്ടി കിടക്കണോണ്ടാണ് അവൻ ശബ്ദം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അവിടെ വണ്ടി നമ്മൾ ഇന്നലെ കേട്ടില്ല അതൊന്നും. ആരെങ്കിലും വഴിയിൽ കണ്ടോ? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ശ്രദ്ധയില്ലാതെ വണ്ടി അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. അത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യും. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് എന്തു കൊടുക്കണം? പറയൂ. ഒരു മന്ത്രം ഏതെങ്കിലും. അത് നിങ്ങൾ കേട്ട് കാണാം. കലിസന്തോരണോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. ഏതാണ്? അപ്പം അവിടെ നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, കലിയുഗമാണ്, ഇനിയിപ്പോൾ ജനങ്ങളുടെയൊക്കെ മനസ്സ് കൈവിട്ടു പോകുന്ന കാലമാണ്, പെട്ടെന്ന് അപ്സെറ്റാവും. കണ്ടില്ലേ, അവൻ കൂപ്പൂ എന്നൊക്കെ പറയുന്നത് എന്താണ്? മനസ്സ് ദേഷ്യം. കാരണം കുട്ടികളെ എത്തിക്കണം, അവനും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും വെപ്രാളത്തിലാണ്, എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്ന കാലമാണ്. അപ്പം ഈ മനസ്സിനിന്ന് പിടിച്ചു വയ്ക്കാൻ എന്തെങ്കിലും ഒരു ഉപായമുണ്ടോ? അപ്പോഴാണ് കലിയുടെ സ്വാധീനം. കലി എന്ന് പറഞ്ഞാൽ കലഹം, അസ്വസ്ഥത, വെപ്രാളം, ഇതൊക്കെ കൂടി വരുമ്പോൾ ഇതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ഒരേ ഒരു വഴി മന്ത്രം തന്നെയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, ഏത് മന്ത്രമാണ് ഞാൻ ചൊല്ലേണ്ടത്? അപ്പം ബ്രഹ്മാവ് നാരദർക്ക് ഉപദേശിക്കുന്ന മന്ത്രമാണ് ഹരേ രാമ ഹരേ രാമ. ഈ മന്ത്രം ഒറിജിനലി വരുന്നത് ഉപനിഷത്ത്, ഒരു വേദമന്ത്രമാണ്. ഏത്? ഹരേ രാമ മന്ത്രം വേദമന്ത്രമാണ്. അത് വരുന്നത് കലിസന്തരണോപനിഷത്ത് എന്ന ഉപനിഷത്തിലാണ്. ഏതോ ഉപനിഷത്ത്? അപ്പം അത് തന്നെ ജപിക്കണം എന്നില്ല. ഞാൻ പറയലേ, നിങ്ങളൊക്കെ കുലപരമായിട്ട് ഓരോ ദേവീ ദേവന്മാരുടെയൊക്കെ ഉപാസകന്മാരായിരിക്കും. ഇപ്പം ഞാനൊരു ദേവീ ഉപാസകൻ്റെ കുടുംബത്തിലാണെങ്കിൽ അമ്മേ നാരായണ ജപിച്ചാൽ മതി. ശിവൻ്റെ ആരാധിക്കുന്ന കുലത്തിലാണെങ്കിൽ ഓം നമ ശിവായ ജപിച്ചാൽ മതി. ഇനിയിപ്പം അയ്യപ്പസ്വാമിയാണ് ഉപാസിക്കുന്നതെങ്കിൽ ഭൂതനാഥ സദാനന്ദ, ഏതെങ്കിലും ഒരു മന്ത്രം. പക്ഷേ മരണം വരെ ആ മന്ത്രം തന്നെ കൊണ്ട് നടക്കണം. അതിലൊരു വീഴ്ചയുണ്ടാകരുത്. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഡെയിലി ഒരു 108 തവണ നമുക്ക് മന്ത്രജപം ശീലിപ്പിച്ചെടുക്കാൻ സാധിച്ചാൽ ക്രമേണ അവരിലെ അവബോധം ഏതുണരുള്ളൂ? ബോധം, ഉപബോധം,
അബോധം, അവബോധം. ഏതുണരുള്ളൂ? മന്ത്രജപത്തിലൂടെ മാത്രമേ അവർക്ക് പറയൂ അവബോധം ഉണരുള്ളൂ. മനസ്സിലായില്ലേ? ഉൾക്കണ്ണ് തുറക്കുള്ളൂ, ആത്മബലം കൂടുള്ളൂ. അപ്പം നാം ജപിക്കണോ? ഇന്ന് നമ്മുടെ കുട്ടികളിൽ ആ സംസ്കാരം ഉണ്ടോ? ഉറക്കെ പറയൂ നിങ്ങൾ. ആരാ അതൊക്കെ നശിപ്പിച്ചത്? ആണോ ഇല്ലേ? അവനവനാണെന്ന് പറയാൻ. അപ്പം നമ്മൾ തന്നെ കുട്ടികളുടെ ജീവിതമൊക്കെ കുഴപ്പത്തിലാക്കിയിട്ട് എന്നിട്ട് നമ്മളിരുന്ന് കരയാണ് മക്കളെ ഓർത്ത്. എന്ത് യോഗ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് കരയാൻ? ഏതായാലും ഇങ്ങനെ ആ ധ്രുവൻ നാമം ജപിച്ച് ആ ഭഗവാന്റെ രൂപമൊക്കെ ധ്യാനിച്ച് ശംഖചക്ര കഥാരൂപമൊക്കെ പറഞ്ഞു കൊടുത്തു. കുട്ടിയെ പറഞ്ഞയച്ചത് വൃന്ദാവനത്തിനടുത്തുള്ള മധുവനത്തിലാണ്. ഇന്നും മധുവനമൊക്കെ ഉണ്ട്. ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ അറിയില്ല. വഴിക്കൊക്കെ മധുവനം എന്നൊക്കെ പറയുന്ന സ്ഥലം ഇന്നും ഉണ്ട്. ആളുകൾ അവിടെയൊക്കെ ഇപ്പോഴും ആ ഒരു ചരിത്രമൊക്കെ നഷ്ടപ്പെട്ടിട്ടില്ല നമുക്ക്. അങ്ങനെ മധുവനത്തിൽ ചെന്ന് ഇരുന്ന് തപസ് ചെയ്ത് അങ്ങനെ തപസ്സിൽ മുഴുകി, ആ മന്ത്രത്തിൽ അങ്ങോട്ട് മുഴുകി. പിന്നെ പറയുന്ന കഥ ഭഗവാൻ കുട്ടിയുടെ മുന്നിൽ പ്രകടമാവുന്നതും ആ കുട്ടിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. നിശ്ചലനായി അത്ഭുതത്തോടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഭഗവാൻ ശങ്കെടുത്ത് കുട്ടിയുടെ കവിളിൽ തട്ടുന്നതും കുട്ടിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന മനോഹരമായ സ്തുതിയാണ് 4-ാം സ്കന്ധം 9-ാം അധ്യായത്തിൽ ധ്രുവസ്തുതി. അതിലാദ്യത്തെ ശ്ലോകമാണെന്നല്ലേ നമ്മൾ പറഞ്ഞത്. യോന്ത പ്രവിശ്യ മമവാചമിമം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വതാംനാം അന്യാം ച ഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. എന്താ പറയണത്? ആരാണോ എൻ്റെ ഉള്ളിലിരുന്ന് ഉറങ്ങിക്കിടക്കുന്ന മനസ്സിനെ ഉണർത്തി അഖില ശക്തി എനിക്ക് തന്ന് എൻ്റെ ജീവിതത്തെ മനോബലവും എൻ്റെ ജീവിതത്തെ ആത്മസുഖവുമൊക്കെ ഉള്ളതാക്കി മാറ്റുന്നത് ആ ഉള്ളിലിരിക്കുന്ന ബോധസ്വരൂപരായ ഭഗവാന് എൻ്റെ പ്രണാമം. അപ്പം ആരെയാണ് പ്രണമിക്കേണ്ടത്? ആരെയാണ് നമിക്കേണ്ടത്? രാവിലെ തന്നെ നമ്മൾ ഉണർത്തി നമുക്ക് മനോബലവും മറ്റും തരുന്ന ആ ഭഗവാനെ, ബോധസ്വരൂപനായ ഭഗവാനെൻ്റെ പ്രണാമം. ആ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കുട്ടി നമിക്കുകയാണ്. പിന്നെ കുട്ടിയുടെ സ്തുതിയൊക്കെ കേട്ട് അത്യന്തം സന്തുഷ്ടനായ ഭഗവാൻ കുട്ടിക്ക് ധ്രുവനക്ഷത്ര പദവി, നിനക്ക് എന്നും ഈ ഭൂമിയിൽ വാഴും, അങ്ങനെയാണ് ധ്രുവനക്ഷത്രം. പിന്നെ രാജ്യഭരണം നിനക്ക് ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. കുട്ടി വലിയ മഹാനായി തിരിച്ചുപോയി. അപ്പോഴേക്കും സുരുചി മാതാവിന് മനസ്സിലായി താൻ ചെയ്തത് വലിയൊരു. കുട്ടിയെ കണ്ടതും കെട്ടിപ്പിടിച്ചു. ധ്രുവനും ഒരു വിരോധം ഉണ്ടായില്ലേ അമ്മയോട്. കാരണം അത്രയും അമ്മ ഒരു നിമിഷത്തിൻ്റെ പ്രകോപനം കൊണ്ടായിരിക്കും ഇത് പറഞ്ഞത്. എന്നെ വെറുക്കുന്നില്ലേ അമ്മ എന്നുള്ളത്. കുട്ടി അമ്മയൊക്കെ നമസ്കരിച്ച്, അത് കഴിഞ്ഞ് ഉത്താനപാദനെ നമസ്കരിച്ച്, അമ്മ സുനീതിയെ നമസ്കരിച്ചപ്പോഴേക്കും അമ്മ അങ്ങേയറ്റം പൊട്ടിക്കരഞ്ഞ് കുട്ടിയെ തൻ്റെ മാറോട് ചേർക്കുമ്പോൾ, ഇത്രയും വലിയൊരു മഹാനായൊരു കുട്ടിയായി എൻ്റെ മകൻ തിരിച്ചു വന്നല്ലോ. പിന്നെ ധ്രുവൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നതും രാജ്യം ഭരിക്കുന്നതും, അതിനിടയിൽ കല്യാണമൊക്കെ കഴിഞ്ഞു. ഉത്തമൻ കാട്ടിൽ മൃഗയാ വിനോദത്തിനിടയ്ക്ക് മരിച്ചുപോയി, കൊല്ലപ്പെട്ടതാണ് യക്ഷന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ. അവിടെ അമ്മ സുരുചി മകൻ്റെ ബോഡി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ അമ്മ അറിഞ്ഞില്ല കാട്ടുതീ അങ്ങനെ ഒരു വശത്തുനിന്ന് വരുന്നത്. ആ കാട്ടുതീക്കുള്ളിലേക്കാണ് അമ്മ ചെന്ന് പെട്ടത്. ആ കാട്ടുതീയിൽപ്പെട്ട് സുരുചി വെന്തു മരിച്ചു. ഉത്തമനും പോയി, അമ്മയും പോയി. ധ്രുവൻ കുറച്ചു കാലമൊക്കെ രാജ്യം ഭരിച്ച് പിന്നീട് ധ്രുവന് മനസ്സിലായി ഇനി ഇവിടെ ഇരിക്കരുത്, എൻ്റെ ജീവിതത്തിലെ ആ തപസ്സിൻ്റെ പ്രചോദനം കൊണ്ട് ഇനി പോവാം. അങ്ങനെ രാജ്യഭരണമൊക്കെ പുത്രനെ ഏൽപ്പിച്ച് ബദ്രീനാഥിലേക്ക് തപസ് ചെയ്യാൻ പോയി. ബദ്രീനാഥിലിരുന്ന് തപസ് ചെയ്ത് ഇരിക്കുമ്പോഴാണ്, അപ്പോഴേക്കും അമ്മയൊക്കെ ശരീരം ഉപേക്ഷിച്ച് പോയി. കുട്ടി തപസ് ചെയ്യുമ്പോൾ അവിടുന്ന് വിഷ്ണുദൂതന്മാർ വന്നു എന്നാണ് പറഞ്ഞു. ധ്രുവൻ പോരൂ ഞങ്ങളുടെ കൂടെ എന്ന്. അപ്പോൾ പറഞ്ഞു, എനിക്കെൻ്റെ അമ്മയൊന്ന് കാണിച്ചു തരുമോന്ന് ചോദിച്ചു. അതെന്തിനാ? എൻ്റെ അമ്മയ്ക്ക് കിട്ടാത്തതായ ഒന്നും എനിക്ക് വേണ്ട. കാരണം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്
അമ്മയാണ്. കുലം പവിത്രം ജനനി കൃതാർത്ഥ വസുന്ധര പുണ്യവതി എന്നാണ്. അങ്ങനെ ഒരു അമ്മ, ഒരു ഗൈഡ് ചെയ്തൊരമ്മ, ആ കുട്ടി മരിക്കുന്ന സമയത്ത് പോലും ഓർക്കുന്നത് ആ ഒരമ്മയാണ്. കാരണം എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച അമ്മ. മനസ്സിലായില്ലേ? അങ്ങനെ ധ്രുവൻ്റെ ജീവിതം പൂർണ്ണമാവുകയാണ്. ഈ കഥ പറയുമ്പോൾ പറയും, മൃത്യു ഭഗവാൻ വന്ന് തൻ്റെ ശിരസിൽ കാല് വയ്ക്കാൻ പറഞ്ഞു എന്നാണ്. മൃത്യുവിൻ്റെ ശിരസിൽ പാദം വെച്ചുകൊണ്ട് ധ്രുവൻ വിമാനത്തിൽ കയറി എന്നൊക്കെയുള്ളൊരു എക്സാഗ്രേഷൻ കഥകൾ പറയാണ്. പറഞ്ഞു വരുന്നത് ജീവിതത്തെ പൂർണ്ണമാക്കാൻ സാധിച്ച സുകൃതിയാണ്, ഭാഗ്യവാനാണ് ആര്? ധ്രുവൻ. അപ്പം അങ്ങനെയുള്ളൊരു കഥ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുട്ടികളിൽ അപാരമായ കഴിവുണ്ട്, ശക്തിയുണ്ട്. പല പരിശീലനത്തിലൂടെയും കഴിവുകൾ ഉണർത്തണം. ആത്മീയമായ നാമജപ അനുഷ്ഠാനത്തിലൂടെ, മന്ത്ര അനുഷ്ഠാനത്തിലൂടെ മനോബലവും മനഃശക്തിയും ഉണർത്തണം. ഇതിനൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളും മറ്റും പ്രയോജനപ്പെടുത്തേണ്ടത്. ഇതാണ് ഒരച്ഛൻ്റെയും അമ്മയുടെയും കർത്തവ്യം. കഴിവുകൾ പരിശീലിപ്പിക്കുക, മനോബലം പരിശീലിപ്പിക്കുക. ഇതെല്ലാം പരിശീലനത്തിലൂടെ മാത്രമേ കിട്ടുള്ളൂ. ഉപദേശിച്ചതുകൊണ്ട് കിട്ടില്ല. ഇപ്പം നിങ്ങളൊക്കെ ഉപദേശകന്മാരാണ്. നിങ്ങൾ ഉപദേശകന്മാരല്ല ആവേണ്ടത്, നിങ്ങൾ പരിശീലകന്മാരാവണം. ആരാവണം? ട്രെയിനേഴ്സ് ആവണം. അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് പരിശീലകരാണ്. അതാണ്. പ്രസവിക്കാൻ പ്രയാസമൊന്നുമില്ല, പക്ഷേ പ്രസവിച്ച കുട്ടിയെ പരിശീലിപ്പിച്ച് വളർത്തൽ ഇത്തിരി പറയൂ ബുദ്ധിമുട്ടാണ്. അങ്ങനൊരു പരിശീലനം കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിലും മാനസികമായി തളരില്ല. കാരണം അവർക്ക് അവരിലെ അവബോധ ശക്തി വർദ്ധിക്കുക. കാരണം എന്ത് പ്രശ്നം വന്നാലും മനോബലം കൊണ്ട് അവർക്കതിനെ മറികടക്കാൻ സാധിക്കും. ഇത് നമ്മുടെ കുട്ടികൾക്കില്ലാതെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ പരിശീലകരല്ല, നിങ്ങൾ ഉപദേശകരായിപ്പോയി. ആരായിപ്പോയി? അതാണ് നിങ്ങളെയൊക്കെ ഒന്ന് മോശക്കാരാക്കിയത്. അപ്പം ഇനി ഉപദേശകരിൽ നിന്നും ആരാവണം? സുനീതി ഒരു പരിശീലകയാണ്. സുനീതി, നീതി എന്ന് പറഞ്ഞാൽ പരിശീലനം എന്നാണ് അർത്ഥം. വേണ്ടതുപോലെ, വേണ്ട പോലെ പരിശീലിപ്പിക്കാൻ കഴിവുള്ളവളാണ് സുനീതി. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. നീതി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. നീതി ഉള്ളവൾ, നിയമമുള്ളവൾ എന്ന് വെച്ചാൽ നീതിയും ന്യായവും എന്നൊക്കെ പറയില്ലേ എന്നുള്ള അർത്ഥം. മറ്റൊരർത്ഥം പരിശീലിപ്പിക്കുന്നവൾ എന്നർത്ഥം. അപ്പം നിങ്ങളൊക്കെ ആരായിരിക്കണം? പരിശീലിക്കുകയും സ്വയം പരിശീലിക്കുകയും. ഇതിന് സംസ്കൃതത്തിൽ അഭ്യാസം എന്ന് പറയും. വേറൊരു വാക്ക് സാധന എന്ന് പറയും. ക്ഷേത്രം തൊഴുതു പോവാനല്ല, ക്ഷേത്രം സാധനാ കേന്ദ്രമാണ്. സാധന എന്ന് പറഞ്ഞാൽ പരിശീലിക്കുക എന്നാണ് അർത്ഥം. ക്ഷേത്രം ഒരു നാമജപം പരിശീലിക്കാനുള്ളൊരു കേന്ദ്രമാണ്. കേന്ദ്രമാവണമെന്നല്ല, അതിനാണ് വെച്ചത്. അതുകൊണ്ടാണ് ക്ഷേത്രോപാസന എന്നാ പറയുക. ക്ഷേത്രോപാസന വാക്ക് തന്നെ അങ്ങനെയാണ്. ഉപാസിക്കാനുള്ള കേന്ദ്രമാണ്. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ പരിശീലിക്കലാണ് ഉപാസന. മന്ത്രത്തെ ജപിക്കുന്നതൊരു ഉപാസനയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ഉപാസന ചെയ്യുക, നിരന്തരം പരിശീലിക്കുന്നതിൻ്റെ പേരാണ് ഉപാസന എന്ന്. അപ്പം ക്ഷേത്രം ഒരു പരിശീലന കേന്ദ്രമാണ്. ഇതെങ്ങനെയോ നമുക്ക് ഹിന്ദുക്കൾക്ക് ആരും പറഞ്ഞു തന്നില്ല. അതുകൊണ്ടൊക്കെ തൊഴുതുപോകൽ പ്രസ്ഥാനക്കാരും തൊഴുതുപോകൽ കേന്ദ്രക്കാരുമായി മാറി. ഇനി മാറ്റിയെടുക്കണം. ഇത് നമുക്ക് കിട്ടിയ ഒരു വലിയ നിധിയാണ്. അത് നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പം ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്.